അന്ന് കൊട്ടാരക്കര വഴി ഉണ്ട്, അതുവഴിയോ ട്രെയിനുള്ളൂ, ശരി, മീറ്റർ ഗേജേ ഉള്ളൂ, മനസ്സിലായി. ബ്രോക്കേജ് ഇല്ല. ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടുന്ന് പോകുന്നതും ഈ മീറ്റർ ഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. തെങ്കാശി വഴി അങ്ങനെ പുനലൂർ അങ്ങനെ വഴിയോ പോകുന്നത്. അതായിരുന്നു മെയിൻ റൂട്ട്. അതുകൊണ്ടാണ് അസീസ് സാറായാലും ആരായാലും ശരി തന്നെ മദ്രാസിലോട്ട് പോകാൻ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ കയറുന്നത്. ശരി. അപ്പൊ അന്ന് അത് വളരെ പ്രധാനപ്പെട്ട ഇതായിരുന്നു. ഇപ്പോഴാണ് ഒരു ഒട്ടും പ്രസക്തിയല്ല. അവിടെ ആയിരുന്നു അവർ അവിടെ വന്നിട്ട് നേരെ കൊല്ലത്തു നിന്നായിരുന്നല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നാൽ നേരെ വീട്ടിൽ വരും, വീട്ടിൽ വന്നിരിക്കും, വീട്ടിൽ വന്നിരുന്ന് അന്ന് ചിലപ്പോൾ ഇരിക്കും. പിറ്റേ ദിവസം ചിലപ്പോൾ ഒരു ഉച്ചയ്ക്ക് ട്രെയിൻ ഉള്ളത് ഒരു 2-12 മണിയൊക്കെ ഊണൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ ഊണൊക്കെ പൊതിഞ്ഞ് നസീർ സാറെല്ലാം വാങ്ങിച്ചുകൊണ്ട് അമ്മ ഒരു തക്കാളി വെച്ചിട്ട് തീയൽ വയ്ക്കും. അത് നസീർ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. നസീർ സാറിനല്ല ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് വിളിച്ചു പറയും. അന്ന് 39 ആണ് വീട്ടിലെ ഫോൺ നമ്പർ, 2 ഡിജിറ്റേ ഉള്ളൂ, 2 ഡിജിറ്റ് തുടക്കത്തിൽ. അപ്പം അത് അവിടെ വിളിച്ചു പറയും, വിജയമേ ഒന്ന് ഒരു തീയലുണ്ടാക്കി വെക്കണേ, ഞാൻ നാളെ എത്തുന്നുണ്ട്. നമ്മൾ അതുണ്ടാക്കി വെച്ചു. ഉച്ചയ്ക്കുള്ളതും രാത്രിത്തേക്കുള്ളതും കൂടെ കരുതിക്കൊണ്ടാണ് സാറൊക്കെ പോകുന്നത്. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ വരികയും ചെറുപ്പത്തിലൊക്കെ ഇവരെ കാണാൻ സാധിക്കുകയൊക്കെ ചെയ്യും. അച്ഛൻ എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു, ആദരണീയനായിരുന്നു. അതെ. അതുകൊണ്ട് ആ ഒരു അങ്ങനെ ഇവരെല്ലാം കാണാം. അപ്പം നസീർ മോഹൻലാലിനെ കാണാൻ പറ്റിയില്ല, നസീറിനെ എപ്പോഴും കാണും. നസീർ സാറിന്റെ ആ സമയത്തൊക്കെ സാറിന്റെ മടിയിൽ, സത്യമാഷിന്റെ മടിയിലൊക്കെ കയറി ഇരിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യല്ലേ.